കുരുക്കഴിയാതെ ADGP, നാണക്കേടില് പോലീസ് സേന. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. എത്ര ഉന്നതനായാലും കുറ്റാരോപിതരെ വെച്ചുപൊറുപ്പിക്കുന്നതും അവരെ ചേർത്തുപിടിക്കുന്നതും പോലീസ് സേനയുടെയും സർക്കാരിന്റെയും വിശ്വാസ്യത മങ്ങലേൽപ്പിക്കും. ഉന്നത RSS നേതാക്കളുമായുള്ള രഹസ്യ കൂടിക്കാഴ്ച, തൃശൂര് പൂരം കലക്കല്, അനധികൃത സ്വത്തു സമ്പാദനം, സ്വർണക്കടത്ത് ആരോപണം തുടങ്ങി നിരന്തരം പോലീസ് സേനയ്ക്കും ആഭ്യന്തര വകുപ്പിനും ദുഷ്പേര് വരുത്തുന്ന പരാതികളാണ് ADGP M.R. അജിത്കുമാറുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ ട്രാക്ടർ യാത്രയാണ് ഒടുവിലത്തേത്. ശബരിമല സന്നിധാനത്തേക്ക് ചരക്ക് കൊണ്ടുപോകാനു മാത്രമാണ് നിലവില് ട്രാക്ടർ ഉപയോഗിക്കുന്നത്. യാത്രക്ക് ട്രാക്ടർ ഉപയോഗിക്കുന്നത് നിരോധിച്ചുകൊണ്ട് 2021 നവംബർ 25 ഹൈക്കോടതി ഉത്തരവിട്ടതാണ്. ചരക്ക് കൊണ്ടുപോകുമ്പോൾ പോലും ട്രാക്ടറില് ഡ്രൈവര് അല്ലാതെ മറ്റാരും കയറരുതെന്നും ഉത്തരവില് പറയുന്നു. ഇത് ലംഘിച്ചാണ് ADGP അജിത്കുമാറും ഗൺമാനും പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറും കഴിഞ്ഞ ശനിയാഴ്ച ട്രാക്ടറില് സന്നിധാനത്തേക്ക് യാത്ര ചെയ്തത്. സംഭവത്തെ ദൗർഭാഗ്യകരമെന്നും മനഃപൂർവ്വമുള്ള നിയമവിരുദ്ധ പ്രവർത്തനമെന്നും ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി, ശബരിമലയിൽ ഏറെക്കാലം ജോലി ചെയ്ത അജിത്കുമാറിന് സന്നിധാനത്തേക്ക് ട്രാക്ടർ യാത്ര പാടില്ലെന്ന വിവരം നന്നായി അറിയാമല്ലോ എന്നും കൂട്ടിച്ചേർത്തു. ഇതു സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാന് പത്തനംതിട്ട SP-യോടും തിരുവിതാംകൂര് ദേവസ്വം ബോർഡിനോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രന്, S മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ കോടതി ബെഞ്ച്. വകതിരിവില്ലാത്ത ചെയ്തിയെന്നാണ് ADGPയുടെ ട്രാക്ടർ യാത്രയെക്കുറിച്ച് റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രതികരണം. വകതിരിവ് എന്നത് സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഏതെങ്കിലും വിദ്യാലയങ്ങളില് നിന്നോ സർവകലാശാലകളില് നിന്നോ പഠിക്കേണ്ടതല്ല. ഓരോരുത്തരുടെയും ശൈലിയും സ്വഭാവവുമനുസരിച്ചായിരിക്കും കാര്യങ്ങള് എന്നാണ് വിവരം ശ്രദ്ധയിൽപ്പെടുത്തിയ മാധ്യമപ്രവർത്തകരോട് മന്ത്രി പറഞ്ഞത്. ട്രാക്ടർ യാത്ര വിവാദമാകുകയും കേസ് കോടതി കയറുകയും ചെയ്തതോടെ ട്രാക്ടർ ഓടിച്ച പോലീസ് ഡ്രൈവര് വിവേക് കുമാറിനെ ബലിയാടാക്കി ADGPയെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് വകുപ്പ്. പമ്പ പോലീസ് തയ്യാറാക്കിയ FIR-ല് ഡ്രൈവർക്ക് എതിരെ മാത്രമാണ് കേസ് ചുമത്തിയത്. കോടതി വിധി ലംഘിച്ച് ഡ്രൈവര് ട്രാക്ടറില് ആളെ കയറ്റി അലക്ഷ്യമായി മനുഷ്യജീവനു ഭീഷണി സൃഷ്ടിക്കുന്ന തരത്തില് സന്നിധാനത്തേക്ക് ഓടിച്ചുപോയെന്നാണ് FIR-ല് രേഖപ്പെടുത്തിയത്. ട്രാക്ടറില് യാത്ര ചെയ്ത ADGPയെയും അംഗരക്ഷകരെയും കുറിച്ച് പരാമർശമേയില്ല. യഥാർത്ഥത്തില് അജിത്കുമാറിന്റെയും പത്തനംതിട്ട SP-യുടെയും നിർദ്ദേശം പാലിക്കുക മാത്രമാണ് ഡ്രൈവര് ചെയ്തത്. തനിക്ക് പമ്പയില് നിന്ന് സന്നിധാനത്തേക്ക് യാത്ര ചെയ്യാന് ഒരു ട്രാക്ടര് വേണമെന്ന് അജിത്കുമാര് പത്തനംതിട്ട SP-യോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പമ്പയില് ഒരു ട്രാക്ടറും ഡ്രൈവറെയും തയ്യാറാക്കി നിർത്താന് പത്തനംതിട്ട SP പമ്പ പോലീസിനോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതനുസരിച്ചാണ് പോലീസ് ഡ്രൈവര് വിവേക് കുമാര് ട്രാക്ടറുമായി എത്തിയതും ADGPയെ കയറ്റി സ്വാമി അയ്യപ്പന് റോഡിലൂടെ സന്നിധാനത്തേക്ക് പോയതും. നിയമം ലംഘിച്ചുള്ള ഈ യാത്ര പിടിക്കപ്പെടാതിരിക്കാന് CCTV പ്രവർത്തിക്കാത്ത വഴികളിലൂടെയാണ് ADGPയും സംഘവും യാത്ര ചെയ്തതെന്നാണ് മാധ്യമ റിപ്പോർട്ട്. സ്വാമി അയ്യപ്പന് റോഡില് ആദ്യത്തെ വളവ് മുതല് CCTV പ്രവർത്തനം കാര്യക്ഷമമല്ല. ഇതടിസ്ഥാനത്തില് ഇവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത്. എന്നാല് ശബരിമല സ്പെഷ്യൽ കമ്മീഷണര് ADGPയുടെ നിയമവിരുദ്ധ യാത്ര സംബന്ധിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകുകയുണ്ടായി. ADGPയുടെ ട്രാക്ടർ യാത്ര ശ്രദ്ധയിൽപ്പെട്ട ഒരു വ്യക്തി അത് ക്യാമറയില് പകർത്തി അയച്ചുകൊടുത്തതിനെ തുടർന്നാണ് സ്പെഷ്യൽ കമ്മീഷണര് വിവരമറിയുന്നത്. ഈ വിവരം പുറത്തുവന്നതിനു ശേഷമാണ് പമ്പ പോലീസ് FIR തയ്യാറാക്കിയത്. അതുവരെ ഒന്നും അറിയാത്ത ഭാവത്തിലായിരുന്നു. ഒരു സാധാരണക്കാരനോ ലോക്കല് പോലീസ് ഉദ്യോഗസ്ഥനോ അല്ല. ശബരിമലയിലെ യാത്രാ നിയന്ത്രണങ്ങളെക്കുറിച്ച് നന്നായി അറിയാവുന്ന, നിയമം കർക്കശമായി നടപ്പാക്കാന് ബാധ്യതപ്പെട്ട ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഹൈക്കോടതി വിധി കാറ്റില് പറത്തി ട്രാക്ടർ യാത്ര നടത്തിയത്. നിയമലംഘനം ബോധ്യമായിട്ടും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനാണ് പമ്പ പോലീസിന്റെയും പത്തനംതിട്ട ജില്ലാ പോലീസിന്റെയും നീക്കം. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ പരാതിയില് അജിത്കുമാറിന്റെ പേരുകൂടി ഉൾപ്പെട്ടതിനാല് അദ്ദേഹത്തിന്റെ പേരുകൂടി ഉൾപ്പെടുത്തിയേക്കാമെന്നാണ് അറിയുന്നത്. എങ്കിലും അതൊരു പെറ്റി കേസില് ഒതുങ്ങാനാണ് സാധ്യത. നിരന്തരം ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും അദ്ദേഹത്തെ രക്ഷിക്കുന്ന നിലപാടാണല്ലോ ആഭ്യന്തര വകുപ്പ് ഇക്കാലമത്രയും സ്വീകരിച്ചത്. ADGP വിജയനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അജിത്കുമാറിനെതിരെ കേസെടുക്കണമെന്ന് DGP ശിപാർശ ചെയ്തിട്ടുപോലും ആഭ്യന്തര വകുപ്പ് തള്ളുകയായിരുന്നു. തൃശൂര് പൂരം കലക്കിയ കേസില് അജിത്കുമാറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് DGP സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില് അദ്ദേഹത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ആഭ്യന്തര സെക്രട്ടറി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് 2 ദിവസം മുമ്പ്. ഇതുവരെയുള്ള നിലപാട് വെച്ച് വിലയിരുത്തുമ്പോൾ അതും തള്ളപ്പെടാനാണ് സാധ്യത. മാത്രമല്ല, അജിത്കുമാറിന് സ്തുത്യർഹമായ സേവനത്തിന് അവാർഡ് തരപ്പെടുത്തിക്കൊടുക്കാനും DGP പദവിയിലേക്ക് ഉയർത്താനുമുള്ള കൊണ്ടുപിടിച്ച ശ്രമവും നടത്തി ആഭ്യന്തര വകുപ്പ്. 6 തവണയാണ് കേന്ദ്രത്തിന്റെ വിശിഷ്ട സേവാ മെഡലിനായി അജിത്കുമാറിനെ ശിപാർശ ചെയ്തത്. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ IB-യുടെ എതിർപ്പിനെ തുടർന്ന് കേന്ദ്രം നിരസിക്കുകയായിരുന്നു. IB-യുടെ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം വിശിഷ്ട സേവാ മെഡല് ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത്.
എത്ര ഉന്നതനായാലും കുറ്റാരോപിതരെ വെച്ചുപൊറുപ്പിക്കുന്നതും അവരെ ചേർത്തുപിടിക്കുന്നതും പോലീസ് സേനയുടെയും സർക്കാരിന്റെയും വിശ്വാസ്യത മങ്ങലേൽപ്പിക്കും.